കൃത്യസമയം നോക്കി മർമ്മത്തടിച്ചാൽ ആ അടിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തരാകാൻ ഏതൊരാളും അല്പസമയമെടുക്കും. അങ്ങനെ ഒരു അടിയാണ് ഇന്നലെ ബി.ജെ.പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കിട്ടിയത്. ഇന്നലെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബിന്റെ ആഘാതം ഇപ്പോഴും ബി.ജെ.പിയെ വിട്ടുപോയിട്ടില്ല. കാരണം അത്ര കൃത്യമായ ടൈമിങ്ങിലായിരുന്നു ബി.ജെ.പിക്കും കമ്മീഷനും ആ അടി കിട്ടിയത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു തലേ ദിവസം ഇത്രയും വലിയ ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്തിയത് കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു. ബി.ജെ.പിക്ക് പ്രതിരോധിക്കാൻ പോലും സമയം കൊടുക്കാത്ത തരത്തിലുള്ള ഈ ഹൈഡ്രജൻ ബോംബിന്റെ പ്രഹരം ബീഹാർ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ കൃത്യമായി പ്രതിഫലിക്കും. ന്യായീകരണവുമായി ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയെങ്കിലും അതൊന്നും രാഹുലിന്റെ ആരോപണങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളതായിരുന്നില്ല. മാത്രമല്ല, എപ്പോഴും ചെയ്യുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ ആക്രമിച്ച് ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് ഇരുകൂട്ടരും ചെയ്തത്. ഇതിലെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കുന്നുമുണ്ട്. അതിനിടെ 22 വോട്ടുകൾ ചെയ്തെന്ന് രാഹുൽ ആരോപിച്ച വ്യക്തി എന്നു പറഞ്ഞ് ഒരാളെ ഹാജരാക്കിയെങ്കിലും ആ നാടകവും പൊളിഞ്ഞുപോയി. മുൻപ് 2 തവണ രാഹുൽ വോട്ട് കവർച്ച ആരോപണം ഉന്നയിച്ചതും ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ഇത്തവണത്തെ വെളിപ്പെടുത്തലിനു പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരു സംസ്ഥാനത്തെയാകെ എങ്ങനെ ഹൈജാക്ക് ചെയ്തു എന്നാണ് രാഹുൽ തന്റെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഹരിയാനയിലെ മൊത്തം തെരഞ്ഞെടുപ്പ് തന്നെ കള്ളവോട്ട് ചേർത്ത് അട്ടിമറിച്ചുവെന്നും ഹൈജാക്ക് ചെയ്ത് തട്ടിയെടുത്തുവെന്ന രാഹുലിന്റെ വെളിപ്പെടുത്തൽ ഒരേ സമയം ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ സത്യസന്ധതയും ആധികാരികതയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നതാണ്. അതും ബീഹാർ പോലെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചത് എന്തായാലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി സ്വാധീനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേ ദിവസം ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ബി.ജെ.പിക്ക് സമയം കിട്ടില്ല എന്നുറപ്പാണ്. ഈ സമയം കൊണ്ട് ഇത് ചർച്ചയാക്കിയാൽ അതിന്റെ രാഷ്ട്രീയ ഗുണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ടൈമിംഗ് നോക്കിയുള്ള അടിയാണ് രാഹുൽ നൽകിയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. രാഹുലും കോൺഗ്രസും കണക്കുകൂട്ടിയതുപോലെ തന്നെ ആരോപണങ്ങളിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ ബി.ജെ.പിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സാധിച്ചില്ല. മുൻപ് 2 തവണ രാഹുൽ ആരോപണം ഉയർത്തിയപ്പോഴും പന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോർട്ടിലേക്ക് തട്ടുകയാണ് ബി.ജെ.പി ചെയ്തത്. കമ്മീഷനാകട്ടെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകുകയും പരാതി നൽകുകയും ചെയ്തില്ല എന്ന് ആവർത്തിക്കുക മാത്രം ചെയ്തു. എന്തുകൊണ്ട് ഹരിയാനയിലെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ പരാതിപ്പെട്ടില്ല എന്നാണ് ഇത്തവണ കമ്മീഷൻ ചോദിക്കുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ ഉന്നയിച്ചിട്ടും നിങ്ങൾ പരാതി കൊടുക്കൂ എന്ന സ്ഥിരം വാചകം ആവർത്തിക്കുകയല്ലാതെ എന്തുകൊണ്ട് ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതിർന്നില്ല. രാജ്യത്തെ മുൻനിര ഭരണഘടനാ സ്ഥാപനമാണ് സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലും മൂന്നാംകിട രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങളുടെ ബൂത്ത് ഏജന്റ് എന്തെടുക്കുകയായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് തിരികെ ചോദിക്കുന്നത്. രാഹുൽ ഉന്നയിച്ച വെളിപ്പെടുത്തിയ ഒരു ആരോപണത്തോട് പോലും വസ്തുതാപരമായി മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ലാത്തത് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ക്രമക്കേടുകൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ ബി.ജെ.പിയോ ഭരണ നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല. ബുധനാഴ്ച തിരക്കിട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രാഹുലിനെതിരെ പതിവ് രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ച ബി.ജെ.പി നേതൃത്വം പക്ഷേ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നോ എന്ന ആരോപണത്തിൽ മൗനം പാലിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച ബി ഗോപാലകൃഷ്ണന്റെ വീഡിയോയുടെ ആധികാരികത ചോദ്യം ചെയ്യാനായിരുന്നു. കേരളത്തിലെ സകല മാധ്യമങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്ത ആ ഒരു ബൈറ്റ് വ്യാജമാണ് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് വസ്തുതാപരമായ ഉത്തരങ്ങൾ ബി.ജെ.പി ഇനിയും നൽകേണ്ടതുണ്ട്. അത് നൽകാത്ത കാലത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിനിടയിൽ രാഹുൽ ഉന്നയിച്ച ആരോപണത്തിലെ ഏറ്റവും പ്രധാന പോയിന്റായ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള വോട്ടറുടെ കള്ളവോട്ടിനെ ന്യായീകരിക്കാനുള്ള ഒരു വൃഥാശ്രമം നടന്നു. ഈ ചിത്രമുള്ള വോട്ടർ ID കാർഡുള്ള സ്ത്രീകളിൽ ഒരാളായ പിങ്കി ജുഗീന്ദർ കൗശിക് എന്ന സ്ത്രീയെ രംഗത്തിറക്കിയുള്ള പ്രചാരണം പക്ഷേ തിരിച്ചടിച്ചു. വോട്ട് മോഷണം എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും തന്റെ വോട്ട് താൻ തന്നെയാണ് ചെയ്തത് എന്നുമാണ് പിങ്കിയുടെ വാദം. ബ്രസീലിയൻ മോഡലിന് വോട്ട് എന്ന ആരോപണം മറികടക്കാൻ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇറക്കിയതാണ് പിങ്കിയെ എന്ന് വ്യക്തം. എന്നാൽ അതും തിരിച്ചടിച്ചത് ബി.ജെ.പിക്ക് തന്നെയാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ ID യിലെ ഫോട്ടോയിൽ നേരത്തെ തന്നെ പിശകുണ്ടായിരുന്നുവെന്നും
പരാതിപ്പെട്ടിട്ടും തിരുത്തിയ കാർഡ് ഇതുവരെ ലഭിച്ചില്ല എന്നുമാണ് പിങ്കി പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ കള്ളവോട്ടിന്റെ ചിത്രം വ്യക്തമാകും. ഒപ്പം 22 വോട്ടുകൾ ഇതേ ഫോട്ടോ ഉപയോഗിച്ച് ചെയ്യപ്പെട്ടു എന്ന ആരോപണത്തിൽ ഇപ്പോഴും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മൗനം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് ഹരിയാനയിലെ ജനവിധി തട്ടിയെടുത്തു എന്ന ഗുരുതരമായ വാക്യമാണ് രാഹുൽ ഉപയോഗിച്ചത്. മുൻപ് കർണാടകയിലെ അലന്തിലും മഹാദേവ്പുരയിലും വോട്ടർമാരെ സംഘടിതമായി ഒഴിവാക്കിയതിനെക്കുറിച്ചും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചും രാഹുൽ ആരോപണമുന്നയിച്ചിരുന്നു. അന്ന് അത് ഒരു മണ്ഡലത്തിലെ കാര്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു സംസ്ഥാനം തന്നെ കൊള്ളയടിക്കപ്പെട്ട ചിത്രമാണ് രാഹുൽ വരച്ചുകാട്ടിയത്. മുൻപത്തെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. സമാനമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഘടിതമായ ക്രമക്കേട് നടന്നതായി ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റാവുത്തും അന്ന് ആരോപിച്ചിരുന്നു. എപ്പോഴും നിങ്ങളുടെ ബൂത്ത് ഏജന്റ് എന്തെടുക്കുകയായിരുന്നുവെന്ന നിസ്സാരമായ ചോദ്യം ചോദിച്ച് രാഹുലിനെ പരിഹസിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പ്രധാന പ്രതിപക്ഷ പാർട്ടി തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയൊരു നിലപാടാണോ കമ്മീഷൻ എടുക്കേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള കമ്മീഷനാണ് ഇത്തരത്തിൽ നിസ്സംഗമായി പ്രതികരിക്കുന്നത്. പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നതാണ് വോട്ട് കവർച്ചയെന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത് കൊല ചെയ്യുകയാണ് എന്നുമാണ് രാഹുലിന്റെ ആരോപണം. അവയോടും പ്രധാനമന്ത്രിയും ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയും BJPയും മൗനം തുടർന്നാൽ അതിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനം അവർക്ക് ഗുണകരമാകില്ല എന്ന് ആ പാർട്ടിയും നേതാക്കളും ഓർത്താൽ നന്നാകും.